നമസ്കാരം. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മികച്ച ഇലക്ട്രിക് കാർ ഇതാണ് കിയയുടെ സിറോസ് ഇ-വി എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഓപ്പോസിറ്റ്സ് യുണൈറ്റ്സ് എന്ന് പറയുന്ന ഡിസൈൻ ലാംഗ്വേജിൽ വരുന്ന ഒരു വാഹനം. ഈ ഒരു ടാഗ്ലൈൻ നമ്മൾ കുറേ ആയിട്ട് കേൾക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമെന്ന് പറയുന്നത് മെക്കാനിക്കലി ഈ ഒരു വാഹനം വളരെ മികച്ച വാഹനം തന്നെയാണ്. ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരും എന്നുള്ള കാര്യം 100% ഉറപ്പായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കിയയുടെ വാഹനങ്ങൾ, അതായത് എക്സ്പെഷ്യലി ഇലക്ട്രിക് കാറുകളുടെ കാര്യം പറയുമ്പോൾ അവരെത്രയാണോ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത് അതിനോട് ഏകദേശം അടുത്ത് പ്രാക്ടിക്കലി റേഞ്ച് കിട്ടുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമുക്ക് 42 kWh ബാറ്ററി പാക്കിൻ്റെ ഒരു വേർഷനുണ്ട്. അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 443 കിലോമീറ്ററാണ്. എങ്ങനെ നോക്കിയാലും ഒരു 360-370 കിലോമീറ്ററൊക്കെ നമുക്ക് കിട്ടും തീർച്ചയാണ്. ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പ്രസീവാണ്. അതുമാത്രമല്ല 51.4 kWh ബാറ്ററി പാക്കുള്ള മോഡലിന് 526 കിലോമീറ്ററാണ് റേഞ്ച് കമ്പനി പറയുന്നത്. നമുക്കെന്തായാലും ഒരു 450-480 ആ ഒരു റേഞ്ചിനോട് അടുത്ത് തീർച്ചയായിട്ടും ലഭിക്കും. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യം കിയ കൊണ്ടുവന്ന അഷ്വേർഡ് ബൈബാക്ക് പോളിസി എന്നുള്ളതാണ്. അതായത് ഈ ഒരു വാഹനം 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് കിയയ്ക്ക് തന്നെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 80% ഷോറൂം പ്രൈസിൻ്റെ 80% നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ്. കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയില്ലേ? പക്ഷേ ഇതിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് വളരെ ഭയാനകമാണ്. കൃത്യമായിട്ട് നിങ്ങൾ ഇതൊന്ന് അനലൈസ് ചെയ്താൽ ഈ ഒരു വാഹനം വാങ്ങുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വാഹനം വാങ്ങാൻ കാരണമാകുന്ന ഈ അഷ്വേർഡ് ബൈബാക്ക് പോളിസി എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ലാഗൊക്കെ നിങ്ങൾക്ക് തോന്നും, എന്നാൽ പോലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എഞ്ചിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും ഇവിടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാര്യം ഇലക്ട്രിക് കാറുകൾ വളരെ ലാഭകരമാണ്. അത് മാത്രമല്ല ഈ ഒരു വാഹനം റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ റീസെയിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും റീസെയിൽ വാല്യൂ 0 ആണ് എന്നുള്ളത് എല്ലാ ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്ന ആളുകളുടെ ഉള്ളിലുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അവരത് പ്രകടിപ്പിക്കില്ല. അവർ പറയുന്നത് ഇപ്പോൾ കാറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാൾ 30% അല്ലെങ്കിൽ 25% കൂടുതൽ വില കൊടുത്ത് ഇലക്ട്രിക് കാർ വാങ്ങിച്ചാൽ പോലും നല്ല ഓട്ടോ ഉണ്ടെങ്കിൽ അത് ലാഭകരമാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ കിയയുടെ സിറോസ് ഇ-വിയിൽ ബൈബാക്ക് ഗ്യാരണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു വാഹനം 3 വർഷം കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് കിയയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോറൂം പ്രൈസിൻ്റെ 80% തിരിച്ച് ലഭിക്കും. ഇനി എന്ത് വേണം? അപ്പോൾ ആ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെയാണ്. അതായത് ഇത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷയിൽ വാഹനത്തിൻ്റെ ഡിപ്രിസിയേഷനെ മാക്സിമം കുറയ്ക്കത്തക്ക രീതിയിൽ ഒരു ഇൻഷുറൻസ് പരിരക്ഷയിലാണ് ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോണോ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പിൻബലത്തോടു കൂടിയാണ് വാഹന നിർമ്മാണ കമ്പനിയായ കിയ ഈ ഒരു ഓഫർ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഓഫർ ഫസ്റ്റ് ഓണർക്ക് മാത്രമായിരിക്കും ബാധകമാകുന്നത്. നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിക്കുന്നു, നിങ്ങൾ ആ വാഹനത്തിൻ്റെ RC മറ്റൊരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ അവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലൈഫ് ടൈം ബാറ്ററി വാറണ്ടിയൊക്കെ ലഭിക്കുന്നുണ്ട്. ലൈഫ് ടൈം ബാറ്ററി വാറണ്ടി എന്ന് പറഞ്ഞാൽ 15 വർഷമാണ് ലൈഫ് ടൈം എന്ന് പറയുന്നത്. അല്ലാതെ ഈ വാഹനം കംപ്ലൈൻ്റ് ആകുന്നവരെ അല്ലെങ്കിൽ ഉപയോഗിച്ച് മടുക്കുന്നത് വരെ 30 വർഷമൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ കാഴ്ചപ്പാടിൽ 15 വർഷമാണ്. പറയുന്ന ബൈബാക്ക് അഷുറൻസ് ഗ്യാരണ്ടി നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഇൻഷുറൻസ് പരിരക്ഷയുടെ ഭാഗമാകണം. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾ ഒരു പ്രീമിയം അടയ്ക്കണം. അതെന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ ഈ വരുന്ന, അതായത് 2026 സെപ്റ്റംബർ 30 മുമ്പ് നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10% അധികം ബൈബാക്ക് എമൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 വർഷം ഒരു വാഹനം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കിയയുടെ സിറോസ് ഉപയോഗിക്കുന്നു, ഒരു വാഹനമല്ല കിയയുടെ സിറോസ് ഉപയോഗിക്കുന്നു. അതിൽ നിങ്ങൾ 3 വർഷം കൊണ്ട് നിങ്ങൾ 30,000 കിലോമീറ്ററാണ് ഓടുന്നതെങ്കിൽ 80% ഷോറൂം പ്രൈസിൻ്റെ 80% നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതായത് ഒരു വർഷം 10,000 കിലോമീറ്റർ വെച്ച് 3 വർഷം നിങ്ങൾ 30,000 കിലോമീറ്ററാണ് ഓടുന്നതെങ്കിൽ ഷോറൂം പ്രൈസിൻ്റെ
80% നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ആദ്യത്തെ വർഷം ഒരു 12,000 കിലോമീറ്റർ ഓടി, രണ്ടാമത്തെ വർഷം നിങ്ങളൊരു 8,000 കിലോമീറ്റർ ഓടി, മൂന്നാമത്തെ വർഷം നിങ്ങളൊരു 10,000 കിലോമീറ്റർ ഓടി. ആകെ മൊത്തം 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 30,000 കിലോമീറ്റർ ഓടണം. അല്ലെങ്കിൽ ഓടിയാൽ മാത്രമാണ് ഈ ഒരു പോളിസി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുകയുള്ളൂ. 30,001 എങ്കിൽ 30,000 കഴിഞ്ഞ് കുറച്ച് ഡെസിമൽസ് നിങ്ങൾക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ബൈബാക്ക് അഷുറൻസ് നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. ഇനി 15,000 കിലോമീറ്റർ ഒരു വർഷം നിങ്ങൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 65% ബൈബാക്ക് ഗ്യാരണ്ടി, അതായത് എക്സ് ഷോറൂം പ്രൈസിൻ്റെ 65% നിങ്ങൾക്ക് ലഭിക്കും. 20,000 കിലോമീറ്റർ നിങ്ങളൊരു വർഷം ഓടുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഷോറൂം പ്രൈസിൻ്റെ 60% നിങ്ങൾക്ക് ബൈബാക്ക് ഗ്യാരണ്ടി ആയിട്ട് തീർച്ചയായിട്ടും ലഭിക്കും. ഇനി 4 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ, 4 വർഷം കഴിഞ്ഞാണ് നിങ്ങൾക്ക് ഈ ബൈബാക്ക് ഗ്യാരണ്ടി വേണം എന്നുണ്ടെങ്കിൽ 10,000 കിലോമീറ്റർ എന്നുള്ള രീതിക്കാണെങ്കിൽ പെർ ഇയർ 10,000 കിലോമീറ്റർ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ 65% നിങ്ങൾക്ക് ബൈബാക്ക് കിട്ടും. അതുമാത്രമല്ല 15,000 പെർ ഇയർ എന്നുള്ള രീതിക്കാണെന്നുണ്ടെങ്കിൽ 60% ബൈബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. 20,000 പെർ ഇയറിൽ നിങ്ങൾ ഓടുന്നു എന്നുണ്ടെങ്കിൽ 4 വർഷം കഴിഞ്ഞ് കൊടുത്താൽ നിങ്ങൾക്ക് 55% എക്സ് ഷോറൂം പ്രൈസിൻ്റെ ബൈബാക്ക് അഷുറൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇതെല്ലാം 2026 സെപ്റ്റംബർ 30 വാഹനം എടുത്തവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതങ്ങോട്ട് കഴിഞ്ഞാൽ, അതായത് 2026 ഒക്ടോബർ 1 മുതൽ നിങ്ങൾ ഈ ഒരു വാഹനം വാങ്ങിച്ചാൽ 3 വർഷം കഴിഞ്ഞ് ഈ വാഹനം വിറ്റാൽ 10,000 കിലോമീറ്റർ പെർ ഇയർ ഓടുന്ന ആളാണെങ്കിൽ, ആ ഒരു രീതിക്ക് ഓടുന്ന ആളാണെങ്കിൽ 70% ബൈബാക്ക് ഗ്യാരണ്ടി മാത്രമായിരിക്കും ലഭിക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 15,000 കിലോമീറ്ററിൻ്റെ കേസ് 65% തന്നെയാണ്, 20,000 കിലോമീറ്ററിൻ്റെ കേസ് 60% തന്നെയാണ്. ഇത് 3 വർഷത്തെ കാര്യമാണ് പറയുന്നത്. അതായത് 10% കൂടുതൽ ബൈബാക്ക് ഗ്യാരണ്ടി 2026 സെപ്റ്റംബർ 30 നിങ്ങൾ വാഹനം 30 വരെ, ആ ഒരു ഡേറ്റ് വരെ നിങ്ങൾ വാഹനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു അർത്ഥം. എന്താണെന്നുണ്ടെങ്കിലും ഇതൊരു കണക്കിൻ്റെ കളി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തായാലും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാം. അതിലും ഒരു ഇൻഷുറൻസിൻ്റെ ബാക്കപ്പിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നിങ്ങൾ വാഹനം വാങ്ങുമ്പോൾ 10,000 കിലോമീറ്റർ പെർ ഇയർ ഓടിക്കുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 80% ബൈബാക്ക് ഗ്യാരണ്ടി, അല്ലെങ്കിൽ എക്സ് ഷോറൂം പ്രൈസിൻ്റെ 80% നിങ്ങൾക്ക് 3 വർഷം കഴിഞ്ഞ് ഈ വാഹനം കൊടുക്കുമ്പോൾ വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സെപ്റ്റംബർ 30 വരെയാണ് അതിൻ്റെ ഒരു വാലിഡിറ്റി ഉള്ളൂ. വാലിഡിറ്റി അല്ല, സെപ്റ്റംബർ 30 വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ കിട്ടുകയുള്ളൂ. അത് കഴിഞ്ഞാൽ 80% എന്നുള്ളത് 70% കുറയും. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 10,000 കിലോമീറ്റർ പെർ ഇയർ ഓടിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ വേണമെന്നുണ്ടെങ്കിൽ എക്സ് ഷോറൂം പ്രൈസിൻ്റെ 1.6% തുക പ്ലസ് ആ തുകയുടെ GST, അത് 18% GST ആയിരിക്കും. അത്രയും തുക നിങ്ങൾ ഇൻഷുറൻസ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി 15,000 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഷോറൂം പ്രൈസിൻ്റെ 2.2% തുക, ആ തുകയുടെ GST നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇനി 20,000 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ എക്സ് ഷോറൂം പ്രൈസിൻ്റെ 2.7% ആ ഒരു തുക, ആ തുകയുടെ 18% GST നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എത്രയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത്, അല്ലെങ്കിൽ GSTയുടെ എമൗണ്ടും അല്ലെങ്കിൽ എക്സ് ഷോറൂം പ്രൈസിൻ്റെ എത്ര ശതമാനമാണ് നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ കൊടുക്കാം, അത് വായിച്ച് മനസ്സിലാക്കാം. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈബാക്ക് ഗ്യാരണ്ടിയിലേക്ക് നിങ്ങൾക്ക് അംഗമാകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇൻഷുറൻസ് പ്രീമിയത്തിൽ അംഗമാകണം. ആ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് എക്സ് ഷോറൂം പ്രൈസിൻ്റെ ഒരു 1.6% നിങ്ങൾ തീർച്ചയായിട്ടും അടയ്ക്കണം. അത് 10,000 കിലോമീറ്റർ, 15,000 ആകുമ്പോഴത്തേക്കും അതിൻ്റെ 2.2% അടയ്ക്കണം, 20,000 ആകുമ്പോഴത്തേക്കും 2.7% അടയ്ക്കണം. ഈ തുകകളുടെ എല്ലാം 18% GSTയും അതിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷയിലൂടെയുള്ള ബൈബാക്ക് ഗ്യാരണ്ടിയിൽ നിങ്ങൾ അംഗമാവുക. ഇത് മാത്രം കൊണ്ട് നിങ്ങൾക്കിത് കിട്ടില്ല, അതായത് ഈ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടില്ല. കുറച്ചധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓണർക്ക് മാത്രമാണ് ഇത് അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എത്രയാണ്, അതിൻ്റെ 1.6% പ്ലസ് അതിൻ്റെ 18% GST, അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അറൗണ്ട് ഒരു 15 ലക്ഷം രൂപ വരുന്ന ഒരു വാഹനം, അതിൻ്റെ 1.6% വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് 18% GST വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 34,000 രൂപയുടെ മുകളിൽ, അറൗണ്ട് ഒരു 34,000 രൂപയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഇത് പ്രധാനമായിട്ടും വാഹനം വാങ്ങുന്ന സമയത്ത് തന്നെ
നിങ്ങൾ എടുത്തിരിക്കണം. പിന്നീട് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും പ്രശ്നമൊന്നുമില്ലല്ലോ, കാരണം ഒരു എക്സ്-ഷോറൂം പ്രൈസിൻ്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾ എക്സ്ട്രാ അടച്ചാൽ മതിയല്ലോ, അതിൻ്റെ GST മാത്രമാണോ ഉള്ളത് എന്നുള്ളതാണല്ലോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഈ ഒരു പരിരക്ഷ കിട്ടും എന്നൊരു ചിന്തയാണ്. അതായത് 35,000 രൂപ ഒന്ന് എക്സ്ട്രാ കൊടുത്താൽ നമുക്ക് ഈ ഒരു വാഹനം 3 വർഷം കഴിഞ്ഞ് വിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ 80% തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എക്സ്-ഷോറൂം പ്രൈസിന് 80% ബൈബാക്ക് ആയിട്ട് കിട്ടും എന്നുള്ള ചിന്തയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നതെങ്കിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. കുറച്ച് പേർക്കൊന്നും കമ്പനി ഈ ഒരു ഓഫർ കൊടുക്കുന്നില്ല. അവർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭാരത് നമ്പർ പ്ലേറ്റിൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾ. ഭാഗ്യം കൊണ്ട് കേരളത്തിൽ ഭാരത് നമ്പർ പ്ലേറ്റ് ഒന്നും സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലുണ്ട്. BH നമ്പർ പ്ലേറ്റ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഉപകാരം ആയിരുന്നേനെ. ഇനി അത് മാത്രമല്ല, ഈ ഒരു വാഹനം നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടില്ലേ, അതായത് എന്തെങ്കിലും ഒരു പ്രൊമോഷനോ ആ ഒരു രീതിയിലൊക്കെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്തരം വാഹനങ്ങൾക്കും തീർച്ചയായിട്ടും കമ്പനി ഈ ഒരു ഓഫർ കൊടുക്കുന്നില്ല. മാത്രമല്ല, നികുതി ഇളവ് ലഭിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ അവരുടെയൊക്കെ പേരിൽ, അതായത് ഇപ്പോൾ ഹൈ കമ്മീഷനുകൾ, എംബസികൾ, കോൺസുലേറ്റുകൾ, ഇവിടെയൊക്കെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കും ഈ ഒരു ഓഫർ ലഭിക്കില്ല. പിന്നെ ഡെമോ വാഹനങ്ങളുണ്ടല്ലോ, ഡിസ്പ്ലേ വാഹനങ്ങൾ, അല്ലെങ്കിൽ സെയിൽസ് ഔട്ട്ലെറ്റിലൊക്കെ വെച്ചിട്ടുള്ള വാഹനങ്ങൾ, ഡെമോയ്ക്ക് വെച്ചിട്ടുള്ള വാഹനങ്ങൾ, അതിനൊന്നും ഇത്തരത്തിലുള്ള ഒരു ഓഫറൊന്നും തീർച്ചയായിട്ടും ലഭിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻവോയ്സ് തീയതിക്ക് 12 മാസം മുമ്പ് നിർമ്മിച്ച വാഹനങ്ങൾ. ഇപ്പോൾ PDI ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, കാരണം ഇപ്പോൾ വണ്ടി ഇറങ്ങിയുള്ളൂ. ഇനിയിപ്പോൾ ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾ വാഹനം മേടിക്കാൻ പോകുമ്പോഴത്തേക്കും ഒരു വർഷം പുറകിലുള്ള മാനുഫാക്ചറിങ് ഉള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ അതിനും ലഭിക്കില്ല. അതിന് EV കാറാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ണു അടച്ച് പൈസ അടച്ച് വാഹനം എടുക്കാൻ നിൽക്കരുത്. PDIക്ക് ചെയ്ത് അതിൻ്റെ മാനുഫാക്ചറിങ് എന്താണെന്ന് തീർച്ചയായിട്ടും നോക്കണം. അല്ലാതെ നിങ്ങൾ പോയിട്ട് വാഹനം എടുക്കുമ്പോഴത്തേക്കും ഒരു വർഷം പഴക്കമുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഓഫറോ കാര്യങ്ങളോ ഒന്നും ലഭിക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സെപ്റ്റംബർ 30 വരെ വാഹനം വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് 80% ബൈബാക്ക് ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 70% എന്നുകൂടി ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ വാഹനം വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഏത് കാലാവധി, അല്ലെങ്കിൽ ഏത് ടേംസ് ആൻഡ് കണ്ടീഷൻ, അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞ് വാഹനം തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഏത് പോളിസിയിലാണ് അംഗത്വം എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് തന്നെ ഈ ഒരു എമൗണ്ട്, ഈ ഒരു ഇൻഷുറൻസ് എമൗണ്ട് ഒക്കെ അടച്ച് ആ ഒരു പോളിസി നിങ്ങൾ എടുത്ത് ബാക്ക് ഗ്യാരണ്ടി ഒക്കെ നിങ്ങൾ അഷ്വേർഡ് ആകണം. പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ തന്നെ പാലിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടത്തില്ല. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ റിപ്പയർ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരികയാണ്, ആക്സിഡൻറ്റ് റിപ്പയർ, അതല്ലെന്നുണ്ടെങ്കിൽ സ്ക്രാച്ചസ്, ഡെൻറ്റ്, ഇതൊക്കെ നിങ്ങൾ ബോഡി ഷോപ്പിൽ, അംഗീകൃത കീഴുടെ ബോഡി ഷോപ്പിൽ കൊണ്ടുവന്ന് നിങ്ങൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്-ഷോറൂം വിലയുടെ 20% കൂടുതൽ വന്നാൽ അപ്പം തന്നെ നിങ്ങളുടെ ഈ ബൈബാക്ക് അഷുറൻസ് ഗ്യാരണ്ടി കട്ട് ചെയ്യപ്പെടുന്നതായിരിക്കും. ഈ റിപ്പയർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹെഡ്ലൈറ്റ്, അത് മാത്രമല്ല ഈ വയറിംഗ് ഹാർനസ്, അങ്ങനെയുള്ള ക്ലെയിമുകൾ, വിൻഷീൽഡിൻ്റെ അല്ലെങ്കിൽ വിൻഷീൽഡ് സംബന്ധമായിട്ടുള്ള ക്ലെയിമുകൾ, ഇതൊക്കെ ഈ ഒരു റിപ്പയറിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള റിപ്പയർ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും 20%, എക്സ്-ഷോറൂം പ്രൈസിൻ്റെ 20%-ന് മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാറണ്ടി ലഭിക്കില്ല. അല്ല, ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓണർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. സെക്കൻഡ് ഓണർക്ക് നിങ്ങൾ ഇത് കൈമാറുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആനുകൂല്യം നഷ്ടപ്പെടും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വാഹനം തിരഞ്ഞെടുത്ത കിലോമീറ്റർ പരിധി കവിഞ്ഞാലോ ഓഡോമീറ്ററിൽ കൃത്രിമം കാണിച്ചാലോ തീർച്ചയായിട്ടും അതൊരു പോയിൻ്റാണ്. ഇപ്പം 30,000 കിലോമീറ്റർ 3 വർഷം കൊണ്ട് ആയി. ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ 1 കിലോമീറ്റർ കൂടിയാൽ 30,001 ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഓഫർ കിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഓഡോമീറ്റർ ടാമ്പറിങ് ഇപ്പോൾ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അതെങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനിപ്പോൾ നമുക്ക് ഉത്തരമില്ല. ചിലപ്പോൾ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അവർ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരിക്കാം. പിന്നെ അംഗീകൃതമായിട്ടുള്ള കിയയുടെ വർക്ക്ഷോപ്പുകളിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ സർവീസ് നടത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാറണ്ടി കിട്ടില്ല. പിന്നെ വെള്ളപ്പൊക്കം, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള കാര്യമാണല്ലോ. അത് കാർപ്പറ്റ് ലെവലിന് മുകളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഒരു വാറണ്ടി നമുക്ക് ലഭിക്കില്ല. വാറണ്ടിയല്ല, ഈ ഒരു ബൈബാക്ക് അഷുറൻസ് നമുക്ക് ലഭിക്കില്ല. കാർപ്പറ്റ് ലെവലിന് താഴെ നിൽക്കണം. അതിപ്പോൾ എങ്ങനെയാണ് അവർ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും അവർ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ പോളിസി കാലയളവിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത ഉടമ മരണപ്പെട്ടാലും ഈ ഒരു ബൈബാക്ക് അഷുറൻസ് ലഭിക്കില്ല. പിന്നെ ബാറ്ററിയുടെ ചാർജ്, ആ ചാർജിങ് നില എന്ന് പറയുന്നത്, അതായത് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, അത് നിശ്ചിത പരിധിയിൽ താഴെയായാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 3 വർഷത്തിന് ശേഷം ഒരു 92% എങ്കിലും സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ബാറ്ററിക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ 3 വർഷത്തെ പരിരക്ഷ, അല്ലെങ്കിൽ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഉള്ള ഒരു 80%, അതിപ്പം സെപ്റ്റംബർ 30 വരെ എടുക്കുന്നവർക്കാണ്. അത് കഴിഞ്ഞ് എടുക്കാൻ പോകുന്നവർക്ക് 70% അഷ്വേർഡ് ബൈബാക്ക് ഗ്യാരണ്ടിയിൽ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്
92% തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. 4 വർഷം കഴിഞ്ഞാൽ 89% സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഈ ബാറ്ററിക്ക് ഉണ്ടായിരിക്കണം. അതുമാത്രമല്ല, വാഹനം തിരിച്ചു കൊണ്ടു കൊടുക്കുന്ന സമയത്ത് വാഹനത്തിൽ ഡെൻറ്റോ പോറലുകളോ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സ്ക്രാച്ചൊക്കെ സാധാരണഗതിയിൽ ഇപ്പോൾ എറണാകുളം പോലുള്ള സിറ്റിയിലൊക്കെ വാഹനം ഓടിക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും സ്ക്രാച്ച് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് അവരവിടെ എവിടെയെങ്കിലും ഒരു സ്ക്രാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ബൈബാക്ക് അഷുറൻസ് നമുക്ക് നിരസിച്ചേക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാധാരണയായി വാഹനത്തിൻ്റെ മൂല്യനിർണ്ണയം നടത്തുന്നത് ഡീലർ ആയിരിക്കും. എന്നാൽ ഡീലർക്ക് വിപണിയിലെ മൂല്യവുമായി ഒത്തുപോകാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ന് ബൈബാക്ക് അഷുറൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനി ആയിട്ടുള്ള സൂണോ ജനറൽ ഇൻഷുറൻസ് അവർ സ്വന്തമായിട്ട് ഒരു സ്വതന്ത്ര മൂല്യനിർണ്ണയക്കാരനെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ മൂല്യം കണ്ടുപിടിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഓപ്പൺ മാർക്കറ്റിൽ അത് വിൽക്കാനുള്ള പ്രൊവിഷൻസ് വരെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ വാഹനം തിരികെ നൽകിയ ശേഷം ക്ലെയിം തീർപ്പാക്കുന്നത് വരെ വാഹനം ഡീലറുടെ കസ്റ്റഡിയിൽ തന്നെ തുടരണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ബൈബാക്ക് ക്ലെയിം ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും മാറ്റിക്കൊടുക്കണം. അതായത് വാഹനം എന്ന് പറയുന്നത് ഓണറുടെ പേരിലായിരിക്കണം, ബാങ്കിൻ്റെ പേരിൽ ആകാൻ പാടില്ല. പിന്നെ വാഹനം ഡീലർക്ക് തിരികെ നൽകുന്നതിന് മുമ്പ് ഈ കസ്റ്റമർ എന്ന് പറയുന്നത് സ്വന്തം മോട്ടോർ ഇൻഷുറൻസ് വഴി ആക്സിഡൻറ്റ് ഡാമേജ് അങ്ങനെയുള്ള ക്ലെയിമുകളൊക്കെ ചെയ്ത് ഈ വാഹനം ശരിയാക്കിയിരിക്കണം. പിന്നെ കിയയുടെ അംഗീകൃതമായിട്ടുള്ള ഡീലർ ഫിറ്റ് ചെയ്തതാണെങ്കിൽ പോലും, ഇപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടല്ലോ, അതിനൊന്നും ഇവർ ഒരു മൂല്യം കൊടുക്കില്ല എന്നുള്ളതാണ്. കാരണം ആ വാഹനം എന്താണോ കമ്പനി തന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ ആ ഒരു വാഹനത്തിന് എന്തൊക്കെയുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത കാര്യത്തിനൊന്നും ഇവരൊരു മൂല്യം നൽകില്ല എന്നുള്ളതാണ്. അതൊന്നും എക്സ്ഷോറൂം പ്രൈസിൻ്റെ വിലയിൽ ഉൾപ്പെടുത്തില്ല എന്നുള്ളതാണ്. പിന്നെ എത്ര കണ്ട് ആളുകൾ പാലിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സൂണോ ജനറൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സപ്പോർട്ടോട് കൂടി നമ്മളൊരു എക്സ്ട്രാ കുറച്ച് പ്രീമിയം എമൗണ്ട് കൊടുക്കുന്നു വാഹനം വാങ്ങുന്ന സമയത്ത് തന്നെ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പ്ലാൻ എടുക്കുന്നു. 3 വർഷം 4 വർഷം എന്നുള്ള രീതിക്ക് നമ്മൾ പ്ലാനുകൾ എടുക്കുന്നു. ഇപ്പം 10,000 കിലോമീറ്റർ പെർ ഇയർ, 15,000 കിലോമീറ്റർ പെർ ഇയർ, 10,000 കിലോമീറ്റർ പെർ ഇയർ. ഇപ്പോൾ നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന 80% ബൈബാക്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത് സെപ്റ്റംബർ 30 വരെ ആണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിഗണനയിൽ വെക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ 70% മാത്രമേ കിട്ടുകയുള്ളൂ. പിന്നെ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പരിപാലിച്ചാൽ മാത്രമേ, ഒരു സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളുടെ ഈ ബൈബാക്ക് അഷുറൻസ് കമ്പനി നിരസിച്ചെന്ന് വരാം. നല്ല നല്ല കോണ്ടന്റുകൾ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. ഒരുപാട് ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇത്രയും നേരം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. നമസ്കാരം.